ഞാൻ ഇത്രയും നല്ലൊരു ബിൽഡറാന്നുള്ള കാര്യം ഞാൻ ഇപ്പോഴാണ് അറിയുന്നത്. എന്തൊരു അടിപൊളി വീടാണ് ഞാൻ ഉണ്ടാക്കിയേക്കണേ. ഹലോ ഗൈസ്, അപ്പം നമ്മുടെ പുതിയ ലെറ്റ്സ് പ്ലേയുടെ 2ാമത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്നും നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവുമല്ലേ ഏതാ മറ്റേ ഇതാ ഇടാൻ പോകുന്നതെന്ന്. ആക്സൻസ് ആൻഡ് സ്റ്റഫ്. ഓക്കെ, അപ്പോൾ ഇന്ന് ഇതല്ല ഇടുന്നത്. ഇന്ന് ഞാൻ വേറെയാണ് ഇടുന്നത്. ഇന്ന് നമ്മൾ വീടുണ്ടാക്കിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ വീടുണ്ടാക്കി എന്തൊക്കെയാണ് സുഹൃത്തുക്കളെ? ആഹ്ലാദിപ്പിൻ, ആർമാദിപ്പിൻ. അപ്പം നിങ്ങൾക്ക് വീട് ഞാനിപ്പോൾ കാണിച്ചു തരാം. വീട് കാണിക്കാൻ പോകുന്നു. 3, 2, 1. വാട്ട് എ ഹൗസ്. ഒരു അടിപൊളി വീടാണ് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇത് നല്ലൊരു വീടാണ്. ഇവനെ ഇവിടെ നിന്ന് വന്നു കണ്ട ഫുൾ അടിപൊളിയാക്കി വെച്ചിട്ടുണ്ട്. എൻ്റെ ഒരുപാട് ഓക്ക് സാധനങ്ങളൊക്കെ ഫുൾ അടിപൊളിയാക്കി അയച്ചിട്ടുണ്ട്. നല്ലൊരു വീടാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട വീട്. നമ്മുടെ വീട്ടിലേക്ക് കയറി വരുമ്പോൾ ഇവിടെ സ്റ്റെപ്പൊക്കെ ഉണ്ട്, അത് അടിപൊളിയാക്കി വെച്ചിട്ടുണ്ട് ഞാൻ. പിന്നെ ഇവിടെ ആയിട്ട് ഇവിടെ നമ്മൾ ഇനി സാധനങ്ങളൊക്കെ വെക്കണം. പിന്നെ ഇങ്ങോട്ട് കയറി വരുമ്പോൾ ഇവിടെ നമ്മുടെ മാസ്റ്റർ ബെഡ്റൂം. വീട് ചെറുതാണ്, പക്ഷേ ഞാൻ കുറച്ചും കൂടി ഡീറ്റെയിലിങ് കൊടുത്തിട്ടാണ് ഞാൻ ബിൽഡ് ചെയ്തേക്കുന്നത്. ഇത് കണ്ട സാധാരണ മഞ്ഞിങ്ങേരിയൊക്കെ ഇതൊക്കെ ഞാൻ പിന്നെ ഒരു ഡെക്കറേഷൻ ഇതങ്ങ് വെച്ച്. പിന്നെ ഇവിടെ ഒരു ഇങ്ങനെ നമുക്ക് ഇങ്ങനെ പോകാൻ പറ്റും. വെറുതെ വെച്ചിരിക്കുകയാണ്, എന്തിനാന്ന് എനിക്ക് പോലും അറിഞ്ഞൂടാ. അതിരിക്കട്ട് വരണം. ഇവിടെ ഞാൻ വെച്ചിട്ടില്ല. ഇവിടെ നമുക്കിങ്ങനെ വെക്കണമെന്നില്ല. ഇവിടെ ഓപ്പണായിട്ടിരിക്കണം, എനിക്കിങ്ങനെ കയറി പോകാല്ല. ഓക്കെ, അപ്പോൾ ഇന്നത്തെ നമ്മുടെ പരിപാടി എന്തോന്നു? ഇന്നത്തെ നമ്മുടെ പരിപാടി പ്രത്യേകിച്ചൊന്നുമില്ല. നമ്മുടെ വീടിൻ്റെ ഇൻറ്റീരിയർ ശരിയാക്കണം. പിന്നെ ഒരു ചെറിയൊരു ഫാം പണിയണമെന്ന് എനിക്കുണ്ട്. അതേത് ഫാമെന്ന് ഞാൻ ഇതുവരെ ഗസ് ചെയ്തിട്ടില്ല. നമുക്ക് നമ്മുടെ ഫുഡൊക്കെ കഴിയാറായിട്ടുണ്ടെന്ന് ഞാൻ പറയുന്നില്ല. നമ്മുടെ 3ാമത്തെ എപ്പിസോഡല്ല ആക്ഷൻസ് ആൻഡ് സ്റ്റഫിൻ്റെ, അപ്പോഴേക്കും നമ്മുടെ ഇതൊക്കെ കഴിഞ്ഞ്. അപ്പോൾ പക്ഷേ ഇവിടെ നിങ്ങൾക്ക് എന്ത്, ഇവിടെ ഞാൻ ഒരു ക്രീപ്പർ കൊണ്ട് പൊട്ടിത്തെറിപ്പിച്ച്. ഓക്കെ, ഞാനിവിടെ ഒരു ക്രീപ്പറിനെ പൊട്ടിത്തെറിപ്പിച്ച്. ഇവിടെ ഞാൻ എന്താ പരിപാടി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടെ ഞാനൊരു പോണ്ട് കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഒരു നല്ലൊരു പോണ്ടാണ് ഞാൻ ഇവിടെ ഉദ്ദേശിക്കുന്നത്. അത് ഞാൻ മറ്റേ ആക്ഷൻ സ്റ്റഫിലും ചെയ്യും. എൻ്റെ പേരെനിക്ക് കിട്ടുന്നില്ലല്ലോ. AS അത് മതി. ASലും ഞാൻ ചെയ്യും. പിന്നെ ഇതിൽ ഞാൻ ചെയ്യും. ഇതിൽ നമ്മൾക്ക് ഇഷ്ടമുള്ള അത്രയും ബിൽഡ് ഞാൻ കൊണ്ടുവരുമല്ലോ. അതിൻ്റെ കൂടെ ഇങ്ങോട്ട് ബിൽഡ് ഇരുന്നോട്ട്. നമുക്കിന്ന് ഫുൾ അയൺ ടൂൾസ് ആണ്. സത്യം പറഞ്ഞ ഒരുമാതിരി മെയിൻ്റനൻസ് എപ്പിസോഡ് പോലെയാണ് ഇന്നത്തെ എപ്പിസോഡ്. ഓക്കെ, നമുക്ക് അത് നോക്കണ്ട. നമുക്ക് നേരെ വീടിൻ്റെ ഇൻറ്റീരിയറിലേക്ക് കിടക്കാം. ആദ്യം തന്നെ നമുക്കിവിടെ ക്രാഫ്റ്റിംഗ് ടേബിൾ വെച്ച് തുടങ്ങാം. നമ്മളങ്ങനെയാണല്ലോ തുടങ്ങാറുള്ളത്. പിന്നെ ഇവിടെ നമുക്ക് ഒരു ചെസ്റ്റ് കൊണ്ടുവരാം. ഉള്ളിലൊരു ചെസ്റ്റ്. ഇവിടെ നമുക്ക് ഇങ്ങനൊരു ചെസ്റ്റ് കൊണ്ടുവന്നാൽ അത് കുറച്ചും കൂടി നല്ലൊരു ഡെക്കറേഷൻ ആയിരിക്കും. പിന്നെ നമുക്കൊരു ചിമ്മിണി സെറ്റ് ചെയ്യണം. നമുക്ക് ഇങ്ങോട്ടേക്ക് സെറ്റ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ടോർച്ചുണ്ട്, അത് പിടിച്ചെടുത്തേക്കാം. ഇവിടെ സെറ്റ് ചെയ്യാം. ഓക്കെ, ഇങ്ങനെ ഇരിക്കട്ടെ. അതേപോലെ തന്നെ. അപ്പം നമുക്ക് ഇൻറ്റീരിയർ ചെസ്റ്റില്ല. പിന്നെ ഇവിടെ ഒരു ബെല്ല് വെക്കണം. ആരെങ്കിലും വീട്ടിൽ കയറി വരുമ്പോൾ ബെല്ലടിക്കുന്നു, കയറുന്നു. എനിക്കറിയുന്നവരാണെങ്കിൽ ഞാൻ കയറ്റും, അല്ലാത്തവരാണെങ്കിൽ വളമുണ്ട് വീശിക്കൊല്ലും ഞാൻ. ബെഡ്റോക്ക് ആയതുകൊണ്ട് പിന്നെയും കുഴപ്പമില്ല, വെറുതെ സ്പാൻ ക്ലിക്ക് ചെയ്താൽ മതിയല്ലോ. പിന്നെ നമുക്ക് വീടിൻ്റെ ഇൻറ്റീരിയർ നമ്മൾ കുറേ നേരം ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. നമുക്കിതങ്ങ് സ്ട്രിപ്പ് ചെയ്തേക്കാം, അപ്പോൾ കുറച്ചും കൂടി ഭംഗിയുണ്ടാവും. ഇത് കൊള്ളാം. പിന്നെ നമുക്കിവിടെ വേറെ മറ്റേ സ്ലാബ് വെക്കുന്നതാണ് നല്ലത്. ഇവിടെ ഒരു ലോഗും കൂടി വെച്ചിട്ട് അതിൻ്റെ മുകളിൽ സ്ലാബ് വെക്കാം.
അത് മതി അത് മതി അത് 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 മതി. എൻ്റെ ബെഡ് ക്ലച്ച് അടിപൊളി തന്നെ. വാട്ടർ ബക്കറ്റിനെയും കാട്ടി നന്നായിട്ട് ഞാൻ ബെഡ് ക്ലച്ച് ചെയ്യും. ഞാൻ എന്തിനായിരുന്നു പോയത്? മരം എടുക്കാൻ. നമ്മൾ മറ്റേ ഡിസ്പ്ലേയിൽ വീട് പണിഞ്ഞ സ്ഥലത്താണ് ഇപ്പോൾ ക്രീപ്പർ പൊട്ടിച്ചെടുക്കുന്നത്. അതിൻ്റെ അടുത്തായിട്ടാണ് നമ്മൾ ഈ വീട് പണിഞ്ഞിരിക്കുന്നത്. എനിക്ക് വീട് കാണുമ്പോൾ അഭിമാനം തോന്നുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ അങ്ങ് എങ്ങോട്ട് പോയിരുന്നു? എല്ലാം മനുഷ്യൻ മറന്നോണ്. ഇവിടെ ഒന്നും കാണാനില്ല. വുഡിനെ അവിടെ പോയി തപ്പും. അമ്മേ, വുഡ് ഞാനിനി എവിടെ പോയി തപ്പുമെന്തോ. ഇതവിടെ നൈറ്റ് ആവുന്നു. വെറുതെ ഇരിക്കാലോ, ഒന്ന് തല്ലിക്കൊന്നിട്ട് പോവാം. ഇത്രയും ടൂൾസ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് എന്ത് കാര്യം? മനുഷ്യരിനി ട്രീ തപ്പണ്ടേ? ഇവിടെ 2 ബെല്ലുണ്ടായിരുന്നാ. കുറച്ച് കഴിഞ്ഞിട്ട് തൂക്കാം. കുറേ നേരം കൊണ്ട് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു. ഇവിടെ ഒന്നും കാണില്ലല്ല. അതോ ഇരിക്കണൊരു ഫോറസ്റ്റ്. ഇവിടത്തെ പകുതി വരെ മുറിച്ചിട്ടാണ് ഞാൻ വീട് പണിഞ്ഞത്. ഞാൻ സാപ്ലിങ് വെച്ചൊക്കെ വളർന്ന സ്കെൽട്ടൻ. സ്കെൽട്ടൻ എവിടെ നോക്കിയാലും സ്കെൽട്ടൻ. ഞാൻ കുറച്ച് മരം മുറിക്കാൻ വന്നതാണേ. എന്നെ തല്ലല്ലേ, എന്നെ കൊല്ലല്ലേ. എന്തിനാ അവന്മാരടിക്കണ്? അയ്യോ, എവിടെ നിന്നൊക്കെയാണ് അടി വരുന്നേ? എവിടെ നിന്നൊക്കെയാണ് അടി വരുന്നേ? അയ്യോ, ചാവരുതേ. സബാഷ്. സ്പോണാൻ പറ്റിയ സ്ഥലം. ഇനിയിപ്പോൾ അങ്ങോട്ട് പോകണം. ഇതാണ് ഞാൻ ബെഡ് എപ്പോഴും കിട്ടി വെക്കാറ്. കൈ പിടിച്ച് നടക്കുന്നത് സേഫല്ല. ഇതാരാണാവോ? അയ്യോ, എടാ ഓടറാ. ഇവരെന്ത് ഓടാത്തെ? ജസ്റ്റ് മിസ്സാവും. ഇതേതാ സ്ഥലം? എൻ്റെ വീട് ഇതോ അവിടെ. എനിക്ക് 2 വുഡ് മതി. 2 വുഡ് മതി. ഒരു ചെസ്റ്റ് മതി. നാണിവിടെ ഉള്ളവരല്ല. ഞാൻ ഈ നാട്ടുകാരനെ അല്ല. ഞാൻ നിങ്ങളൊന്നും ഉപദ്രവിക്കാൻ വന്നല്ലേ. അയ്യോ, വീട്ടിലൊക്കെ ക്രീപ്പറും കയറി വന്നാലും മറ്റേ ഡിസ്പ്ലേയിലെല്ലാം 500, 10-300 തൊട്ടുണ്ട് മറ്റേ ക്രീപ്പറൊന്ന് പിടിത്തെറിച്ചു. എൻ്റെ കയ്യിൽ ഫുഡ് ഉണ്ടായിരുന്നു. നമ്മൾ തൽക്കാലം ഈ വിടച്ചിട്ട് ചെസ്റ്റ് ഉണ്ടാക്കുകയാണ്. പിന്നെ നമുക്ക് ക്യാമ്പ് ഫയർ ആണ്. ചിമ്മിനിയുടെ ഡെക്കറേഷൻ കൊണ്ടിട്ട് ഞാൻ അപ്പം എന്തിനാ ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ടാക്കിയേ? ഒരു ബോധമില്ലാണ്ടാണ് ഞാൻ നിൽക്കുന്നത്. മനുഷ്യന് ഭ്രാന്ത് പിടിക്കുന്നുണ്ട്. ഇത്ര മതി. 2 ചെസ്തായി. തുറക്കാറ്റില്ലേ? ഒരു ജാവയിലായിരുന്നു ഇങ്ങനെ. ഇത് തുറക്കാറ്റും. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്താലാ, ഇതിപ്പോൾ ഇങ്ങനെ വെക്കണമല്ല. ഇതിങ്ങനെ വെക്കാം. ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ വെക്കാം. എന്നിട്ട് ഡബിൾ ചെസ്റ്റ് ആക്കിയിട്ട് നമുക്ക് ഇതിൻ്റെ സാധനം. ഓക്കെ, ഇത് സെറ്റായിട്ടുണ്ട്. ഇനി ഞാനൊന്ന് പോയി കിടന്നുറങ്ങട്ടെ. ഞാൻ ബെഡ് കൈ വെച്ചിട്ടിരിക്കുക എന്നുള്ള കാര്യം ഞാൻ പോലും അറിഞ്ഞില്ല. ഇനി മോളിലെന്ത് ഡെക്കറേഷൻ വെക്കും? മോളിൽ നമുക്കൊരു ജസ്റ്റ് വെച്ചാലാ? വേണ്ട, ഓവർ ഡെക്കറേഷൻ. ഇത് എനിക്ക് വലിയ രസമൊന്നും തോന്നുന്നില്ലെങ്കിലും കുഴപ്പമില്ല. എനിക്കിതാണ് ഇഷ്ടം. നിങ്ങളും വല്ല ബിൽഡ്സിനെ പറ്റി പറ. നമുക്ക് ഉയ്യോ, ഇത് നാട്ടുകാരെല്ലാവരും ഉണ്ടല്ലോ. ഒരുത്തനെ ഞാൻ വെറുതെ വിട്ടില്ല. എല്ലാത്തിനെയും കൊന്നിട്ടുണ്ട്. അമ്മേ, അവിടെ ഒരു എൻഡർമാൻ കറങ്ങുന്നുണ്ട്. മഴയാണ്. ഗൈസ്, ഈ ബെല്ല് വെച്ചത് പണിയായെന്നാണ് തോന്നണത്. സൗണ്ട് കേൾക്കണല്ല. ഓക്കെ 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 ഇനി നമുക്ക് എന്താണ് പരിപാടി? ഒരു ചെറിയ ഫാം.
എന്ത് ഫാം സെറ്റ് ചെയ്യുമെന്ന് ഞാനിപ്പോഴും തീരുമാനിക്കാത്തതുകൊണ്ട് സാധാ വീറ്റ് ഫാം തന്നെ നമുക്ക് മതി. അതാണല്ലോ നമുക്ക് എളുപ്പം. അങ്ങനെ തന്നെ പൊട്ടങ്ങോട്ട് ഒരെണ്ണം പോലും കിട്ടിയില്ലല്ലോ. ഞാൻ വെറുതെ സ്പാം ക്ലിക്ക് ചെയ്യുന്നുണ്ടെന്നുള്ളൂ. ഒരെണ്ണം കിട്ടി, 2 എണ്ണം കിട്ടി, 3 എണ്ണം കിട്ടി. തുടർച്ചയായിട്ട് 3 എണ്ണം കിട്ടിക്കൊണ്ടിരിക്കണം. ദോരിക്കണം ഒരെണ്ണം എടുത്തില്ലേ ഞാൻ. എടുത്തെടുത്തെടുത്തെടുത്ത് നിൽക്കണം കണ്ടോ എൻ്റെ വീട്. വിമാന നിമിഷം. ഓക്കെ, ഇനി നമുക്ക് നേരെ ഫാം പണിയാം. എങ്ങോട്ട് പോകണമെന്ന് വിചാരിച്ചിട്ടാ നമ്മൾ ഇവിടെയാണ് ഫാം പണിയാൻ പോണത്. ബക്കറ്റ് എടുത്തില്ല. ഈ മഴ പക്ഷേ ഈ ബെല്ല് നമുക്ക് മാറ്റി വെക്കേണ്ടി വരും. ഇപ്പം തന്നെ അങ്ങ് മാറ്റി വെച്ചേക്കാം. ബെല്ല് നമുക്ക് ഇവിടെ വെക്കാം. നമ്മൾ നോക്കിയിങ്ങനെ പോകാനും പറ്റും. ഓക്കെ, ഇനി ബക്കറ്റ് 17 ആയതുകൊണ്ട് ഒരേ ഒരു ബക്കറ്റ് മതി എനിക്ക്. ഇവിടെ ബക്കറ്റ് 5 ബക്കറ്റ് ഉണ്ടാക്കാം നമുക്ക്. ഒരു സ്റ്റിക്കും കൂടി വേണമല്ലോ. നമുക്ക് പിന്നെ നോക്കാം. പിന്നെ നമുക്ക് ഓടിച്ചൊന്ന് വെള്ളം എടുത്തിട്ട് വരാം. നമുക്കൊന്ന് പുറത്ത് തൊട്ടാൽ വെള്ളം കിട്ടും. ഇങ്ങനെ നാദിയാ വെള്ളത്തിൽ കൂടെ വരില്ലേ? ഒന്നും വരില്ല ഗീസ്. ഇനി നമ്മൾ എന്ത് ചെയ്യും അല്ലയ്യ, എന്ത് ചെയ്യും? പ്ലീസ്, നമുക്ക് വെള്ളം കിട്ടി. അവിടെ ഇൻഫിനിറ്റ് വാട്ടർ സോഴ്സ് അടുക്കിയെടുക്കാം. ആരാണ് പണിഞ്ഞിട്ട് പോയത്? ഫുൾ സീഡ്. വീടിരുന്ന അതേ സ്ഥലത്തല്ലെങ്കിലും അതിൻ്റെ അടുത്തുള്ള സ്ഥലത്താണ്. ആക്ഷൻ സ്റ്റാഫ് മിസ് ചെയ്യുന്നു. ഇങ്ങനെ നമ്മൾ മറ്റേല് പണിഞ്ഞേക്ക്. എത്ര സീഡുണ്ട്? 5 സീഡുള്ളോ? ശരി. വില്ലേജല്ലേ ഇരിക്കുകയാണ്. നമുക്ക് എന്ത് വേണമെങ്കിലും ഇതിൽ ഫാം ചെയ്യാലോ. ഓട് 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 ഓട്. നമുക്കിന്നെ റെഡ് ബെഡ് വേണം. അതുകൊണ്ടൊരു പൂവും കൂടി എടുത്തേക്കാം. അയൺകോലൊന്നുമില്ലല്ലോ അല്ലേ ഇവിടെ? ഇതോ ഇരിക്കണം. ഇതൊന്നും വളർന്നിട്ടില്ലല്ല. ഇതെന്താ അത്? ബീട്രൂട്ട്. അത് മതി, അത് മതി. 5 എണ്ണമായി. നമുക്ക് കുറച്ചും കൊടുത്തിട്ട് പോകാം. മൊത്തം കണ്ടെടുക്കാം. ഇത് വേറെ ഉണ്ട് കേട്ടാ. ബീട്രൂട്ട് ആകെ 3 എണ്ണേ ഉള്ളൂ. പക്ഷെ ബാക്കിയുള്ളത് വേറെ എന്തൊക്കെയോ ഉണ്ട്. എന്താണെന്ന് നമുക്കൊന്ന് അന്വേഷിക്കേണ്ടിയിരിക്കും. ചിലപ്പോൾ വീറ്റ് തന്നെയാവും. വീറ്റാണെന്ന് തോന്നണേ. ഇതെന്ത് വെറൈറ്റി ഹൗസല്ലേ? അതോ ഇരിക്കണ ബാരൽ. ഇതങ്ങെടുത്തേക്കാം. വില്ലേജേഴ്സ് നമുക്ക് ഓസാനുള്ളതാണല്ലോ. ഇനി നമ്മൾ ഓടിച്ചെന്ന് വേണം. ഓടിക്കോ രാമ. ആദ്യം പോയിട്ട് വെള്ളം എടുക്കണം. കാരണം വെള്ളം അത്യുത്തമമാണ്. അറൻ്റെ ഫാമിലി. നീ അവനെ ഞാനങ്ങ് തട്ടി. ഒട്ടനാണ് അവൻ. ഓക്കെ, ഇനി 11 സീഡുണ്ടാ. ഒന്നും നോക്കണ്ട, നടാ. ഇങ്ങനെ തന്നെ നടാ. ഇതാണല്ലോ നമുക്ക് ഉത്തമം. ഇങ്ങനെ വെക്കുന്നു. ഇങ്ങനെ 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 ഇങ്ങനെ. ഇനി ഇവിടെ ഒരു 3. എവിടെ നിന്ന് കയറിയെന്നറിയാ? മഴയാണല്ലേ. മഴയായതുകൊണ്ടാണ് ഇവരൊക്കെ വരുന്നത്. ഞാനിപ്പോഴാണ് ശ്രദ്ധിക്കണത്. മഴയായതുകൊണ്ടാണ്. അത് ഞാൻ നോക്കുമ്പോൾ ഇവരാണെങ്കിൽ ഈ കത്തി പിടിക്കണമില്ല. എൻ്റെ പൊട്ടി. അമേസിങ്. ഇനി നമുക്ക് എന്തോന്നു ഫുൾ അയൺ ടൂൾസ്. അത് സെറ്റാക്കാൻ വലിയ പണിയൊന്നുമില്ല. നമുക്ക് ഷവലും ആക്സും മാത്രം ഉണ്ടാക്കിയാൽ മതി. ബാക്കി നമ്മുടെ ഉണ്ട്. ഞാൻ ചെസ്റ്റിൽ ഇതൊക്കെ എടുത്തേക്കട്ടെ.
ഓക്കെ, നമുക്കിനി അത് ക്രാഫ്റ്റ് ചെയ്യാം. നമ്മൾ 4 സ്റ്റിക്ക് ഉണ്ടാക്കുന്നു. ഇതും ഇതും എല്ലാം കറക്റ്റായി നിന്നിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളത് നമുക്ക് ജസ്റ്റ് എടുത്തേക്കാം. എങ്ങനെയെങ്കിലൊക്കെ ചതി 10 അയണ് ബാക്കിയുണ്ട് എന്നിട്ട്. ഓക്കെ, ഇനി നമുക്ക് എന്താണ് പരിപാടി? ഇനിയൊരു പരിപാടിയില്ല, പോയി കിടന്നുറങ്ങാൻ. ബെഡിൻ്റെ കളർ മാറ്റണമല്ല. ഇതിൻ്റെ കളർ നമുക്കിതാ ഇത് കിട്ടിയിട്ടുണ്ടല്ലോ. ഇത് ഇവിടെ വെക്കുന്നതായിരിക്കും കുറച്ചും കൂടി. നമുക്കിതിൽ ഫുഡ് ഐറ്റംസ് വെച്ചാൽ അതുമ്പോൾ കുറച്ചും കൂടി അടിപൊളിയാവും. ഇനി നമ്മൾ ഈ ബെഡിൽ കളർ കൊടുക്കുന്നു, ഇവിടെ വെക്കുന്നു, റീസ്പോൺ പോയിന്റ് സെറ്റും ചെയ്യുന്നു. എനിക്കെന്തോ റെഡ് ബെഡാണ് കൂടുതൽ ഇഷ്ടം. ഓക്കെ, ഇനി ചിമ്മണി അത് നമുക്ക് അടുത്ത എപ്പിസോഡിൽ ചെയ്യാം. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. ഇറ്റ്സ് മീ ZG സൈനിങ് ഔട്ട്.